ചില വീടുകളിലോ ഓഫീസുകളിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അതുവരെയും വളരെ സന്തോഷമായിരുന്ന് നമ്മൾ പെട്ടെന്ന് നിശബ്ദരാവാറുണ്ടല്ലേ? അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ദേഷ്യവും അസ്വസ്ഥതയും വരും. ചിലർക്കാവട്ടെ നെഞ്ച് വലിഞ്ഞ് മുറുകുന്ന പോലെയും തൊണ്ട വരളുന്ന പോലെയും അങ്ങനെയൊക്കെ പലതും തോന്നാറുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നും എല്ലാം തോന്നും. ഇത് നിങ്ങളുടെ വെറും തോന്നലല്ല. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഒരു ഊർജമുണ്ട്, അതായത് എനർജി വൈബുണ്ട്. ആ സ്ഥലത്തെ നെഗറ്റീവ് എനർജിയെ നിങ്ങളുടെ ശരീരം തിരിച്ചറിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. ഒരു സ്ഥലത്തിൻ്റെ എനർജി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശാരീരിക ലക്ഷണങ്ങൾ. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന തലവേദന, അമിതമായ ക്ഷീണം, ശരീരം ഭാരമുള്ളതായി തോന്നുക, ഒരു കാരണവുമില്ലാതെ ദേഷ്യം വരിക, കൂടെയുള്ളവരോട് നമ്മൾക്ക് തട്ടിക്കയറാൻ തോന്നുക, അല്ലെങ്കിൽ കടുത്ത മാനസിക വിഷമം അനുഭവപ്പെടുക. ഇതിൻ്റെ എല്ലാം ആ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ലക്ഷണങ്ങൾ, അതായത് വെളിച്ചവും വായുസഞ്ചാരവും കുറവായിരിക്കും. ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള നിശബ്ദതയായിരിക്കും. അവിടെയുള്ള ചെടികൾ ഉണങ്ങിപ്പോയതായിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? ആ സ്ഥലത്ത് മുൻപ് നടന്നിട്ടുള്ള കടുത്ത വഴക്കുകൾ, അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ, അല്ലെങ്കിൽ വാസ്തുപരമായ ദോഷങ്ങൾ എന്നിവയൊക്കെ അവിടുത്തെ എനർജി ഫീൽഡിനെ ബാധിക്കാം. ഈ നെഗറ്റീവ് എനർജി മാറ്റാൻ ചില എളുപ്പ വഴികളുണ്ട്. നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം. വീടും പരിസരവും തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കാം. നമ്മുടെ വീടുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീടും പരിസരവും തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം ചേർത്ത് തുടയ്ക്കാം. അല്ലെങ്കിൽ വെള്ളം, കല്ലുപ്പ് ചേർത്ത ശേഷം വെള്ളം വീടിന് ചുറ്റും തെളിക്കാം. ഇനി മുറിയുടെ മൂലകളിൽ ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് തുറന്നു വെക്കുന്നത് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുവാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറന്നിട്ടിട്ട് സൂര്യപ്രകാശവും വായുവും അകത്തേക്ക്, വീടിനകത്തേക്ക് കടത്തി വിടുവാൻ പാകത്തിന് ചെയ്യാം. ഇനി കുന്തിരിക്കമോ സാമ്പ്രാണിയോ പുകയ്ക്കുന്നത് അന്തരീക്ഷം ശുദ്ധീകരിക്കും. ഇനി നമ്മുടെ വീട്ടിൽ മന്ത്രങ്ങൾ കിട്ടും, മന്ത്രങ്ങളുടെ ബോക്സ് കിട്ടും. ആ ബോക്സ് വാങ്ങിച്ചിട്ട് പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ മ്യൂസിക്കോ ചെറിയ ശബ്ദത്തിൽ പ്ലേ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ഉള്ളിലെ ആന്തരിക ബോധം തരുന്ന സൂചനകൾ എപ്പോഴും വളരെ കൃത്യമായിരിക്കും. പ്രത്യേകിച്ച് സ്പിരിച്വൽ മൈൻഡുള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള എനർജിയെ തിരിച്ചറിയുക, എന്നിട്ട് പോസിറ്റീവായിരിക്കുക. അത് തടയാനുള്ള വഴികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അതെല്ലാം നോക്കുക.